ഹലോ, ഇന്ന് വന്നിരിക്കുന്ന ഒരു ട്രാവൽ ബ്ലോഗുമായിട്ടാണ്. എങ്ങോട്ടേക്കാണെന്നല്ലേ, അതൊക്കെ വഴിയേ പറയാട്ടോ. അപ്പം ഞാൻ ദേ ചെരുപ്പൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യുന്നു ഒരു വൺ ഡേ ട്രിപ്പ് പോയാലോ എന്ന്. അപ്പോൾ പിന്നെ ഒട്ടും വൈകണ്ട, ഇന്ന് തന്നെ പോയേക്കാം എന്നങ്ങ് ഓർത്തു. അങ്ങനെ ഞങ്ങളിതേ യാത്ര തുടങ്ങി. ഞങ്ങളുടെ സ്വന്തം ബൈക്കിലാട്ടോ ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ദേ ഞങ്ങൾ കോട്ടയം ജില്ല വിട്ട് ഇടുക്കിയിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മുടെ യാത്ര ബൈക്കിലായതിനാൽ ഇടയ്ക്കൊക്കെ റെസ്റ്റ് എടുത്താണ് ഞങ്ങൾ യാത്ര ചെയ്തത്. ഇങ്ങനെ റെസ്റ്റ് എടുക്കുമ്പോൾ കഴിക്കാനായിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ചെറിയ സ്നാക്സ് ഒക്കെ ആയിട്ടാണ് വന്നത്. ഇന്നത്തെ സ്നാക്സ് ബ്രെഡ് റോസ്റ്റ് ആണ്. എന്ത് മനോഹരമാണല്ലേ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ. ഇങ്ങനെ റോഡിലൂടെ പോകുമ്പോൾ കുന്നുകളും മലകളും നിറഞ്ഞ വഴികളിലൂടെ പോകാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കൂടെ ഇച്ചിരി മഞ്ഞും കൂടി ഉണ്ടായാൽ ധാരാളം. ഞങ്ങൾ പോകുന്ന വഴിയിൽ ഒരുപാട് പേര് ഈ കാഴ്ചകൾ കണ്ട് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ അവരെയും കണ്ട് ഈ കാഴ്ചകളും ആസ്വദിച്ച് കൊച്ചു വർത്താനങ്ങളുമായി ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഓർക്കും, ഇവിടെയായിരുന്നു വീടെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് ഇതൊക്കെ കാണാം ആസ്വദിക്കാം എന്നൊക്കെ. പിന്നെ ഞാൻ ഓർത്തു, എന്നും ഈ കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് അതിലൊരു പുതുമ തോന്നുകയില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ട്രിപ്പുകളായിട്ട് വന്ന് കാണുമ്പോഴായിരിക്കും നമ്മൾ ഇതിന്റെ ഭംഗി കൂടുതലായിട്ട് ആസ്വദിക്കുക. അപ്പൊ ഈ ബോർഡ് കണ്ടപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്ന്. അതെ, പരുന്തുംപാറയിലേക്ക് തന്നെയാണ് പോകുന്നത്. ഏകദേശം ഇവിടെ നിന്ന് ഇനി 26 കിലോമീറ്റർ കൂടി കഴിഞ്ഞാലേ നമ്മൾ പരുന്തുംപാറയിൽ എത്തുകയുള്ളൂ. പരുന്തുംപാറയിൽ എത്തിയിട്ട് സമയമുണ്ടെങ്കിലും പിന്നെ മഴയില്ല എന്നുണ്ടെങ്കിലും നമ്മൾ വേറൊരു സ്ഥലത്ത് കൂടി പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് വഴിയെ നിങ്ങളോട് പറഞ്ഞു തരാം. നമ്മൾ പരുന്തുംപാറയിലേക്ക് പോണ വഴിയാണ് വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ അരികിൽ എത്തിയിട്ടുണ്ട്. ദേ ആ കാണുന്നതാണ് വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ്. ഇതിനെ ഇവിടെയുള്ളവർ മിന്നുമുള്ളിപ്പാറ എന്ന മറ്റാണ് പറയുന്നത്. ആദ്യം കേട്ടപ്പോൾ ഒരു ചിരിയൊക്കെ വന്നെങ്കിലും പിന്നീട് ആ പേരിൽ എന്തോ ഒരു കൗതുകമുള്ള പോലെ എനിക്ക് തോന്നി. നമ്മളെപ്പോലെ യാത്ര ചെയ്യുന്ന ഒരുപാട് പേര് ഈ കാഴ്ചകൾ കാണാനായിട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങളും കൂടെ കൂടി. ഇങ്ങനെയുള്ള യാത്രകളിൽ ഇടയ്ക്ക് ചായ കുടിക്കാനും ഒന്ന് റിഫ്രഷ് ആകാനും ഇതുപോലുള്ള സ്ഥലങ്ങൾ നല്ലതാണ്. ആ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് താഴെ ഒരുപാട് പേര് നിൽക്കുന്ന കണ്ടത്. അങ്ങനെ അതിലേക്ക് ഇറങ്ങാൻ ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ടെന്ന് അപ്പോഴാണ് കാണുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, താഴേക്കൊന്ന് ഇറങ്ങി നോക്കാമെന്നോർത്തു. നമ്മൾ പ്രൊഫഷണൽ വ്ളോഗർ ഒന്നും അല്ലാത്തതുകൊണ്ട് ഇത്രയും പേർക്കിടയിലൂടെ ഈ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ചെറിയ ഷൈനസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാലും മനസ്സിലാകും. അവിടെ ഉണ്ടായിരുന്നതിൽ പകുതിയോളം പേരും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരായിരുന്നു. അപ്പോഴാ ഓർത്തത്, നമ്മുടെ കേരളം കാണാൻ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ ആൾക്കാരെത്തുന്നു. ഇന്നും നമ്മൾ നമ്മുടെ കേരളത്തെ കണ്ടു തീർത്തിട്ടില്ല. അതിൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് പേര് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളായിട്ടൊന്നും കുറച്ചില്ല, കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മളും അങ്ങ് എടുത്തു. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് അടുക്കും തോറും കൂടുതൽ രസമായിരുന്നു. അതിപ്പോൾ എങ്ങനെ പറയാന്ന് വെച്ചെന്നാൽ ഒരുമാതിരി മഴ പെയ്യുന്ന ഫീലായിരുന്നു നമുക്കവിടെ കിട്ടിയത്. അതിപ്പം ഈ വെള്ളച്ചാട്ടത്തിന് മാത്രമല്ല കേട്ടോ, എല്ലാ വെള്ളച്ചാട്ടത്തിനും അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാലും ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ വളഞ്ഞങ്ങാനം വാട്ടർഫോൾസിനോട് യാത്ര പറഞ്ഞിരിക്കുകയാണ്. അധിക നേരം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനാവില്ല, കാരണം നമ്മൾ 2 സ്ഥലങ്ങളിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അവിടെയൊക്കെ പോകണമെങ്കിൽ ടൈം മാനേജ് ചെയ്യണം.
ഇനി ഇവിടുന്ന് ഏകദേശം 15 കിലോമീറ്റർ പോയാലാണ് പരുന്തുംപാറയിൽ എത്താനാവുന്നത്. അങ്ങനെ കുട്ടിക്കാനവും പിരമിഡും ഒക്കെ കഴിഞ്ഞ് കല്ലാർക്കവലയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് റൈറ്റ് തിരിയുന്നതാണ് പരുന്തുംപാറയിലേക്കുള്ള വഴി. കുട്ടിക്കാനത്ത് നിന്ന് കുമളി തേക്കടി റൂട്ടിൽ ഏകദേശം 13 കിലോമീറ്റർ മാറി പീരുമേട് എന്ന സ്ഥലത്താണ് പരുന്തുംപാറ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മളിതേ പരുന്തുംപാറയിൽ എത്തിയിരിക്കുകയാണ്. രാവിലെ ഒരു 9 മണിയോട് കൂടിയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഏകദേശം 1 മണി അടുത്തായപ്പോഴത്തേക്കും നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഫ്രൈഡേ ആയിട്ട് കൂടിയും അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുകളുണ്ടായിരുന്നു. ഇവിടെയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ ഏറെ വന്നിട്ടുണ്ട്. ഇവിടെ പിന്നെ തിരക്കുള്ളതുകൊണ്ട് നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളും മറ്റും ഇവിടെയുണ്ട്. സമയത്തേക്കും അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ഒക്കെ തന്നെയായിരുന്നു. പിന്നെ ഇത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 4700 അടി ഉയരത്തിലാണ്. അതുകൊണ്ട് ഇവിടുത്തെ ക്ലൈമറ്റ് എന്താണെന്ന് പ്രവചിക്കാൻ ആരെക്കൊണ്ടും സാധിക്കില്ല. ചിലപ്പോൾ മഞ്ഞാകും, ചിലപ്പോൾ കോടയാകും, ചിലപ്പോൾ മഴയും ആകാം. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ തുടങ്ങി. പരുന്തുംപാറ കേട്ടറിഞ്ഞതുപോലെ തന്നെ കാണാനും വളരെ മനോഹരമാണ്. അതുകൊണ്ട് തന്നെ സിനിമാക്കാരുടെ ഇഷ്ടസ്ഥലങ്ങളിലൊന്നാണ് പരുന്തുംപാറ. അത് ഞാൻ ചുമ്മാ പറഞ്ഞൊന്നുമല്ല. നസ്രാണി, ഭ്രമരം തുടങ്ങിയ സിനിമകളിലെ പല സീനുകളും ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത ശേഷം പരുന്തുംപാറയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നടന്ന് ചെറിയൊരു വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കുറേ കാഴ്ചകളൊക്കെ കാണാം. അങ്ങനെ ഇവിടെ നിന്ന് നോക്കിയെന്നാൽ മഞ്ഞു മൂടിക്കിടക്കുന്ന ഒരുപാട് മലകളും കുന്നുകളും നമുക്ക് കാണാൻ കഴിയും. അവിടുന്ന് വീണ്ടും പരുന്തുംപാറ ലക്ഷ്യമാക്കി ഞങ്ങൾ നടക്കാൻ തുടങ്ങി. പരുന്തുംപാറയിൽ വരുന്നവരുടെ സേഫ്റ്റിക്കായിട്ട് വാക്വേയും കൈവരിയൊക്കെ കെട്ടിയിട്ടുണ്ട്. എന്നാൽ അത് പകുതി ദൂരം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞങ്ങ് പോകണമെങ്കിൽ നമ്മുടെ സ്വന്തം റിസ്കിൽ തന്നെ പോകണം. അപ്പോൾ ഇതേ നമ്മൾ കൈവരി കഴിഞ്ഞുള്ള പോർഷൻ കഴിഞ്ഞ് നടക്കുകയാണ്. ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പുറത്ത് പോയി വരാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം പോവുക. ഇത് നമ്മുടെ സ്വന്തം റിസ്കിൽ പോകേണ്ട ഒരു കാര്യമാണ്. ഇവിടെ നമ്മളെ നിയന്ത്രിക്കാനോ പറഞ്ഞു തരാനോ ഒന്നും തന്നെ ആരും ഉണ്ടായില്ല. ഞാനിപ്പോൾ ഈ പോകുന്ന വഴി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല കുത്തനെയുള്ള ഇറക്കങ്ങളാണ്. പിന്നെ അതിൻ്റെ മുകളിൽ പോയി ആ വ്യൂ ഒന്ന് കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് പോകുന്നതാണ്.
എന്തായാലും ഇവിടെ വരെയും വന്നു, എന്നാൽ പിന്നെ അതിൻ്റെ എൻഡിൽ പോയി അതിൻ്റെ വ്യൂവും കൂടി കണ്ടേക്കാമെന്നോർത്തു. പിന്നെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, ഹൈറ്റ് പേടിയുള്ളവർക്ക് ഇച്ചിരി ടഫായിരിക്കും ഇത്. എനിക്ക് നേരത്തെയൊക്കെ ഹൈറ്റ് പേടിയായിരുന്നു, പിന്നെ ഞാൻ ഇങ്ങനെയുള്ള ഇതൊക്കെ പോയാണ് ഈ ഹൈറ്റിനോടുള്ള എൻ്റെ പേടി മാറിയത്. ഇവിടെയൊക്കെ കാണാൻ എന്നെ രസമല്ലേ? ഇത് കണ്ടാൽ പറയോ നമ്മൾ മലയുടെ മുകളിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന്. ഇവിടം വരെ നല്ല സ്മൂത്ത് ആയിട്ടാണ് യാത്ര പൊയ്ക്കൊണ്ടിരുന്നത്. എന്നാൽ ഇനിയാണ് മക്കളെ ടഫ് ലെവൽ വരുന്നത്. ഇത്രയും ദൂരം പാടത്തിന്റെ വക്കുവഴി വരുന്ന ഒരു ലാഘവത്തോടെ വന്ന ഞാൻ ഇനിയുള്ള ദൂരം കുറച്ചൊന്ന് പേടിച്ചോ എന്ന് ഒരു സംശയമില്ലാതില്ല. അങ്ങനെ നിന്ന് നോക്കിയപ്പോൾ എളുപ്പമായിട്ട് തോന്നിയെങ്കിലും അടുത്ത് വന്നപ്പോഴാണ് ഇത്രയും പണിയുണ്ടെന്ന് മനസ്സിലായത്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ കാര്യം തീർന്നു. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്കൊരു അരുവിയൊക്കെ കാണാം. ക്യാമറയിൽ അത് എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് അറിയത്തില്ല, പക്ഷെ അത് നേരിട്ട് കാണാൻ ഒരു അടിപൊളി വ്യൂ തന്നെയായിരുന്നു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തട്ടുതട്ടായുള്ള മലകൾക്ക് മുകളിൽ മഞ്ഞു മൂടി കിടക്കുന്ന കാഴ്ച കാണാം. എത്ര മനോഹരമാണല്ലേ ഈ കാഴ്ചകളൊക്കെ കാണാൻ. പ്രകൃതി നമുക്കായിട്ട് എന്തെല്ലാമാണല്ലേ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ തുടങ്ങിയെടുത്ത് നിൽക്കുന്ന ആൾക്കാർ എത്ര ചെറുതായിട്ടല്ലേ കാണുന്നത്. അപ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ നമ്മൾ എത്ര ദൂരം പിന്നിട്ടു എന്ന്. ഈ കാണുന്ന ഇറക്കം നല്ല കുത്തനെയുള്ളതാട്ടോ. കാണുമ്പോൾ നിസ്സാരമായിട്ട് തോന്നും, പക്ഷെ നല്ല പാടായിരുന്നു അവിടെ ഇറങ്ങിക്കിട്ടാനായിട്ട്. അപ്പോൾ ചേട്ടൻ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, നിനക്ക് പോകാൻ ഓക്കെ അല്ലേ, പോകാമല്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഇതിലേ പോകാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാവൂ, അങ്ങനെ ആ കടമ്പ തീർന്നു. ചേട്ടനോട് ഓക്കെ പറഞ്ഞിറങ്ങിയെങ്കിലും എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. കണ്ടോ, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ദൂരം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങോട്ടുള്ള ഇറക്കം എത്ര കുത്തനെയുള്ളതായിരുന്നു എന്ന്. ഈ
സ്ഥലത്തിന് പരുന്തുംപാറ എന്ന പേര് വന്നിരിക്കുന്നതിന് പിന്നിൽ പല കഥകളും പറയപ്പെടുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഇതിനെ അങ്ങുനിന്ന് നോക്കുമ്പോൾ ഒരു പരുന്തിന്റെ രൂപത്തോട് സാദൃശ്യമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കൂടാതെ ഇതിനെ അങ്ങുനിന്ന് നോക്കുമ്പോൾ ഒരു വലിയ പരുന്ത് പറക്കാൻ നിൽക്കുന്നതായിട്ട് തോന്നുമെന്നും പറയപ്പെടുന്നു. ഇനി മറ്റൊരു കഥ എന്താന്ന് വെച്ചെന്നാൽ ഈ പാറയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് പരുന്തിന്റെ കണ്ണിൽ കൂടി കാണുന്ന പോലെ ലോങ് വിഷൻ കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ പിന്നെ നമുക്കും ഒന്ന് കയറി നിന്നാവുന്ന കണ്ടു കളയാം. മറ്റൊരു കൗതുകകരമായ കാര്യം എന്താന്ന് വെച്ചെന്നാൽ ഇവിടുത്തെ ഒരു മലയ്ക്ക് ടാഗോർ മല എന്ന പേരുമുണ്ട്. വിദൂര ദൃശ്യങ്ങളിൽ താടി നീട്ടി വളർത്തിയ ടാഗോറിന്റെ മുഖവുമായിട്ട് സാദൃശ്യമുണ്ടെന്നാണ് അതിന് പറയപ്പെടുന്നത്. എൻ്റെ മോനെ, പറയാതിരിക്കാൻ വയ്യ, ഒരു രക്ഷയുമില്ല. ഇതിന്റെ പേര് വന്നതിന് പിന്നിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന് തോന്നിപ്പോകുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നിന്ന് നോക്കിയെന്നാൽ. ഒരു കാര്യം പറയാം, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ വന്നിരിക്കണം. അത്രയ്ക്കും മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇതിന്റെ ടോപ്പിലെത്തിയപ്പോൾ മനോഹരമായ കാഴ്ചയും അരുവിയിലൂടെ വെള്ളമൊഴുകുന്ന ഒച്ചയും ചെറിയൊരു തണുപ്പും ശാന്തമായ അന്തരീക്ഷവും എന്തോ മനസ്സിനെ വല്ലാണ്ടങ്ങ് സന്തോഷിപ്പിച്ചു. അങ്ങനെ ആ സന്തോഷത്തിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തുകൊണ്ടിരുന്നപ്പോൾ എവിടുന്നാന്നറിയത്തില്ല ഒരു മഴ വന്നു. അങ്ങനെ ഞങ്ങൾ പരുന്തുംപാറയിൽ നിന്ന് യാത്ര തിരിച്ചു. ഇതിന് കൂടുതൽ ഫോട്ടോസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജായ അരുണിമ ആർട്സ് ഗാലറിയിലുണ്ട്. അത് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യാൻ കൂടി മറക്കല്ലേ. പറ്റുമെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി വരണമെന്ന് തീരുമാനിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് യാത്രയായത്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് യാത്ര തുടങ്ങി. അടുത്ത് നമ്മൾ പോകാനിരിക്കുന്നത് പാഞ്ചാലിമേടാണ്. പക്ഷെ ചെറിയൊരു മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് എന്താകുമെന്ന് അറിയത്തില്ല. ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് പാഞ്ചാലിമേട് പോകാമെന്നായിരുന്നു. എന്നാൽ അവിടെ വൈകുന്നേരത്തോടു കൂടി ചെന്നാലേ നമുക്ക് കോടയൊക്കെ കാണാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് പരുന്തുംപാറ കൂടി കയറിയിട്ട് ഈവനിങ്ങോട് കൂടി പാഞ്ചാലിമേട് എത്താമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ പാഞ്ചാലിമേട്ടിലെ വിശേഷങ്ങളുമായിട്ട് വരാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.